അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ ചാനലിലൂടെ ചില സമയങ്ങളിൽ ഇസ്ലാമിക സംശയ നിവാരണ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ചില ചർച്ചകൾ നമ്മൾ പുറത്തുവിടാറുണ്ട്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രിയ ശിഷ്യൻ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാരുടെ വീഡിയോസാണ്, ഓഡിയോസാണ് നമ്മളിവിടെ കാണിക്കാറുള്ളത്. അതിൽ പലതരത്തിലുള്ള സംശയ നിവാരണ കാര്യങ്ങൾ അദ്ദേഹം അബൂ ഷാമ റഹിമഹുല്ലാന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ പ്രതിപാദിക്കാറുണ്ട്. ഇന്നിവിടെ പറയുന്നത് ഖബറ് കെട്ടിപ്പൊക്കുകയും അതിനു മുകളിൽ എടുപ്പുണ്ടാക്കുകയും കുബ്ബയുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയം സംബന്ധമായിക്കൊണ്ട് ഫതാവൽ കുബ്രയിൽ വന്ന ഇബ്നു ഹജറിനോട് ചോദിച്ചൊരു ചോദ്യവും ആ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടിയും അദ്ദേഹം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രമാണത്തിൽ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആരെങ്കിലും തൊള്ളപ്പുട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പ്രമാണ സഹിതമാണ് നമുക്കത് വിശദീകരിച്ച് തരുന്നത്. ഇൻഷാ അല്ലാ അദ്ദേഹത്തിന്റെ ആ ഒരു വോയിസ് അതിനോടൊപ്പം തന്നെ അതിന്റെ തെളിവുകളും കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ ഇവിടെ ചേർക്കുന്നു. അതോടൊപ്പം പറയുവാനുള്ളത് അദ്ദേഹത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. എല്ലാവരും അതൊന്ന് കാണുക, മനസ്സിലാക്കുക, അവിടെ പോയിട്ട് അവിടെ നടക്കുന്ന ചർച്ചകൾ വീക്ഷിക്കുക, സത്യം തിരിച്ചറിയുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫതാവൽ കുബ്രയുടെ 16-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹുവിനോട് ചോദിച്ച ദീർഘമായ ഒരു ചോദ്യവും അതിൻ്റെ മറുപടിയും ചുരുക്കി ഒന്ന് വിവരിക്കാം. ഒരു വിശാലമായ സ്ഥലത്ത് ആ നാട്ടിലുള്ള ആളുകൾ അവരുടെ മരിച്ച ആളുകളെ മറവ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പൊതു ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൽ നിന്ന് വെള്ളം ഒലിച്ചുകൊണ്ട് തൊട്ടടുത്ത തോട്ടത്തിലൊക്കെ വെള്ളം കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള വളരെ വിശാലമായ ഒരു സ്ഥലത്ത് ഫദുഫിന ഫിഹ റജുലുൻ മിൻ അഹ്ലിൽ ഇൽമി വസ്സലാഹി, നല്ല ഇൽമും സലാഹുമുള്ള ഒരു നല്ല വ്യക്തിയെ അവിടെ മറവ് ചെയ്യപ്പെട്ടു. എന്നാൽ ഫഹൽ യജൂസുൽ ബിനാഉ അലൈഹി മദ്റസതൻ ഔ ഖുബ്ബതൻ ഔ തുർബതൻ നഹു ദാലിക യന്തഫിൽ ഹയ്യു വൽ മയ്യിതു ബിൽ ഖിറാഅത്തി ഫിഹാ വലിയതമയ്യസ ബിഹാ അൻ ഗൈരിഹി വയക്സറ സുവാറുഹു വതബറുകു ബിഹി ഔല. ആ മരണപ്പെട്ട മഹാന്റെ ഖബറിന്റെ മുകളിൽ ഒരു കുബ്ബയുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മദ്രസയുണ്ടാക്കി, അതല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ആ ബിൽഡിംഗ് കൊണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കും മരിച്ച ആൾക്കും ഒക്കെ അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്തിട്ടും മറ്റും പുണ്യം ലഭിക്കാനും മറ്റ് ഖബറുകളെ തൊട്ട് ഈ മഹാന്റെ ഖബറ് വേർതിരിഞ്ഞ് മനസ്സിലാക്കാനും വേണ്ടി, അതുപോലെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് എടുത്താൽ അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾ അധികരിക്കും, ആ സ്ഥലത്ത് നിന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് ബറക്കത്ത് ലഭിക്കും. ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവൃത്തി, ഒരു കുബ്ബ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ഒരു ചോദ്യത്തിന് രണ്ട് വിഭാഗം പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായം ഏതാണ് എന്നാണ് ചോദ്യത്തിന്റെ ആകത്തുക. അതിൽ ഒരു വിഭാഗം പറഞ്ഞത് പൊതുസ്ഥലമാണെങ്കിൽ അവിടെ മക്ബറയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കൽ കറാഹത്താണ് എന്നും, എന്നല്ല ചിലപ്പോൾ അത് ഹറാമായി തീരും, അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയാസകരമാകും. എന്നാൽ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അൽ അസ്റഈ റഹിമഹുല്ല ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത് ഹറാമ് തന്നെയാണ്. അത് സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും അല്ലാത്ത പൊതുസ്ഥലമാണെങ്കിലും എവിടെയാണെങ്കിലും ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നത് ഹറാമ് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട അസ്റഈ ഇമാം ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്റെ കാരണം ലിന്നഹിൽ ആമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനത്തിലാണ് വിരോധിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്തത് കൊണ്ട് എല്ലാ സാഹചര്യത്തിലും ഏത് രൂപത്തിലാണെങ്കിലും ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അൽ അസ്റഈ റഹിമഹുല്ല അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വലിമാ ഫീഹി മിനൽ ഇബ്തിദാഇ ബിൽ ഖബീഹ്, ഈ ഖബറിന്റെ മുകളിൽ നിർമ്മാണം ഉണ്ടാക്കുന്നത് വളരെ മോശമായ ഒരു പുത്തനാചാരമായതുകൊണ്ടും വഇളാഅത്തിൽ മാലി, ധനം പാഴാക്കി കളയലായതുകൊണ്ടും വസ്സർഫി, അമിതവ്യയം നടത്തലായതുകൊണ്ടും വൽ മുബാഹാത്തി, ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവൃത്തികൾ അഹങ്കാരത്തിന്റെ മുകളിൽ അറിയിക്കുന്നതായതുകൊണ്ടും വമുലാഹാത്തിൽ ജബാബിറത്തി വൽ കുഫാരി, അവിശ്വാസികളെയും ദുനിയാവിൽ അഹങ്കാരം കാണിച്ച ആളുകളോട് തുല്യമാകുന്നതിന് വേണ്ടിയും തുടങ്ങിയ കാര്യങ്ങൾ ഈ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിലൂടെ ഉണ്ടായിത്തീരുന്നു. വത്തഹരീമു യസ്ബുതു ബിദൂനി ദാലിക, ഇത്രയൊന്നും പ്രശ്നങ്ങളില്ലാതെ തന്നെ
ഹറാമ് സ്ഥിരപ്പെടും. അഥവാ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവൃത്തി നടത്തൽ ഹറാമാകണമെങ്കിൽ ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതില്ല. എന്നിട്ടും ഇത്രയും ധാരാളം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തൽ അത് സ്വന്തം ഉടമസ്ഥതയിലുള്ളതാണെങ്കിലും പൊതുസ്ഥലത്താണെങ്കിലും ഹറാമ് തന്നെയാണ് എന്ന് അസ്റ ഇമാമിന്റെ ഒരഭിപ്രായവും. രണ്ടാമത് ഒരു വിഭാഗം യജൂസുൽ ബിനാഉ ഫി സഹറായിൽ മദ്കൂറത്തി ഉമൂരിൻ, കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പൊതു സ്ഥലത്ത് അഥവാ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മഖബറയായി വഖഫ് ചെയ്തിട്ടില്ലാത്ത പൊതുജനങ്ങളെല്ലാം അവരുടെ മയ്യിത്തുകളെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം അനുവദനീയമാണ്. അതിന് കുറെ ന്യായങ്ങൾ അവർ നിരത്തി. അന്ന ഹാദിസ് സഹറ ഹുക്മുഹാ ഹുക്മുൽ മവാത്തി, ഇത് ഒരു വഖഫ് ചെയ്യപ്പെട്ട സ്ഥലം അല്ലാത്തതുകൊണ്ട് പുറമ്പോക്ക് ഭൂമി പോലെയാണ്. അതുകൊണ്ട് പുറമ്പോക്ക് ഭൂമിയിൽ ഓരോരുത്തർക്കും അവരവരുടെ സൗകര്യം അനുസരിച്ച് ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ എന്ന നിലക്ക് ഈ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് വിരോധമില്ല എന്നൊരു കൂട്ടറും, മഖബറ ഒരു പുറമ്പോക്ക് ഭൂമിയിലാണെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം ഹറാമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സ്ഥലം ഇനി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണെങ്കിൽ അവൻ്റെ അനുവാദപ്രകാരം ഉണ്ടാക്കാൻ പറ്റുമെന്നും ഒരു ന്യായം വെച്ചുകൊണ്ടും. രണ്ടാമത്തെ ന്യായം അന്നൽ ഇമാം ബദ്റുദ്ദീൻ സർക്കശി റഹിമഹുല്ല നഖലഫിൽ ഖാദിമാനി ഷെയ്ഖ് അൽ ഇമാം ഷറഫുദ്ദീൻ അൽ അൻസാരി, ഷറഫുദ്ദീൻ അൽ അൻസാരി റഹിമഹുല്ല എന്ന മഹാനെ തൊട്ട് ഖാദിം എന്ന ഗ്രന്ഥത്തിൽ സർക്കശി ഇമാം ഒരു ഉദ്ധരണി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ദീർഘമായി വിവരിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു, അന്നസറഫ് റളിയല്ലാഹു അൻഹും ഷാഹദു ഹാദിൽ ഖറാഫത്തുൽ കുബ്ര വസ്സുഗ്റ മിനസ് സമാനിൽ മുതഖദ്ദിമി, കുറെ കാലങ്ങളായി ഇത്തരം മഖബറകളിലൊക്കെ ചെറുതും വലുതുമായ കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻകാല പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ട്. വബനാഫി തുറുബവദ്ദുവറ, കുറെ വീടുകളും അതുപോലെ മറ്റ് പല കെട്ടിടങ്ങളും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പഴയകാലത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ ആരും തന്നെ പ്രവർത്തനങ്ങളെ കൊണ്ടോ വാക്കുകളെ കൊണ്ടോ ഈ നിർമ്മാണങ്ങളെ എതിർത്തിട്ടില്ല എന്ന് സർക്കശി ഇമാം പറഞ്ഞിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ ന്യായം. വഖദ് ബനൗഫിഹി ഖുബ്ബത്തുൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, മാത്രമല്ല പൊതുസ്ഥലമായ മഖബറയിൽ ഇമാം ഷാഫി റഹിമഹുല്ലാഹുവിന്റെ ഖബറിന്റെ മുകളിൽ അവർ കുബ്ബ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. വ മദ്രസതഹു, ഇമാം ഷാഫി റഹിമഹുല്ലാഹുവിന്റെ പേരിലുള്ള മദ്രസയും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് ദീർഘമായ സംസാരം സർക്കശി ഇമാം നടത്തി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഖ്തല കലാമുഹു അദമ തഹരീമിൽ ബിനായി ഫിൽ മുസബ്ബലത്തി, മുസബ്ബലായ അഥവാ ഖബറിൽ വെക്കാൻ വേണ്ടി വഖഫ് ചെയ്തതല്ലാത്ത മുസബ്ബലായത് ആർക്കും അവിടെ മറവ് ചെയ്യാൻ പറ്റുന്ന നിലക്ക് ഒരു വഖഫ് അറിയപ്പെടാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണം നടത്തുന്നത് ഹറാമല്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. വൈദാരം യഹ്റും ഫിൽ മുസബ്ബലത്തി ലം യഹ്റും ഫി മവാത്തിൻ, മുസബ്ബലായ ഭൂമിയിൽ അഥവാ ആളുകൾ അവിടെ മറവ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് വഖഫ് ചെയ്തതൊന്നുമല്ല, അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തൽ ഹറാമ് അല്ലെങ്കിൽ ലം യഹ്റും ഫി മവാത്തിൻ, പുറമ്പോക്ക് സ്ഥലത്ത് ഒരിക്കലും ഹറാമാകുന്നതല്ല. വ മംലൂക്കിൻ ബി ഇതിന് മാലിക്കി, ആരുടെയെങ്കിലും ഉടമസ്ഥതയുള്ള സ്ഥലത്ത് ആ ഉടമസ്ഥന്റെ അനുവാദപ്രകാരവും നിർമ്മിക്കുന്നത് ഹറാമാകുന്നതല്ല എന്ന് വിവരിച്ചതിന് ശേഷം വഹുവ മുഖാലിഫുല്ലമാ തഖദ്ദമാനിൽ അസ്റഈ, അത് അസ്റ ഇമാമിനെ തൊട്ട് നേരത്തെ പറയപ്പെട്ടതിന് എതിരാണല്ലോ എന്നും ബഹുമാനപ്പെട്ടവർ ഉദ്ധരിച്ചു. മൂന്നാമത്തെ ന്യായം അന്നൽ ഹാക്കിമ ഖാലഫി മുസ്തദർക്കിഹി അസ്റ തസ്ഹീഹ് ഹദീസ് നഹിയനിൽ ബിനായി, കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിവരിച്ചതുപോലെ ഹാക്കിം റഹിമഹുല്ല അവിടുത്തെ മുസ്തദറക്ക് എന്ന ഗ്രന്ഥത്തിൽ ധാരാളം മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും പേരെഴുതി വെക്കലൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ മുൻഗാമികളിൽ നിന്ന് കണ്ടുകൊണ്ടാണല്ലോ പിൻഗാമികൾ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അത് അനുവദനീയമാണ് എന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. നാലാമതായി ഇമാം അസ്റഈ റഹിമഹുല്ലാഹു പറഞ്ഞത് സ്വീകാര്യമല്ല. കാരണം ബഹുമാനപ്പെട്ടവർ തന്നെ വസിയത്തിന്റെ ബാബിൽ ശേഖൈനിയെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്, ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബർ ഇമാറത്ത് ചെയ്യാൻ വേണ്ടി വസിയത്ത് അനുവദനീയമാണ് എന്ന്. ലിമാ ഫിഹാ മിൻ ഇഹ്യാഇ സിയാറത്തി വ തബറുക് ബിഹാ, സിയാറത്തിനെ സജീവമാക്കുകയും സിയാറത്ത് ചെയ്തുകൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്യുന്നതിനെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ നിലയ്ക്ക് സിയാറത്തിനെ നിലനിർത്താൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്
അനുവദനീയമാണ് എന്നും, അഞ്ചാമതായി ചില മുത്തഅഖിരീങ്ങളായ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരിൽ പെട്ട ആളുകൾ നല്ല ചില സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സംസാരത്തിൽ ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമാണ് എന്ന് ശക്തിപ്പെടുത്തുന്ന പ്രയോഗങ്ങൾ ഉണ്ടല്ലോ. മസ്ജിദുൽ അഖ്സ നിർമ്മിക്കാൻ വേണ്ടിയും അമ്പിയാക്കളുടെ ഖബർ നിർമ്മിക്കാൻ വേണ്ടിയൊക്കെ വസിയത്ത് ചെയ്യാം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അൽഹഖ് ഷെയ്ഖ് അബൂ മുഹമ്മദ് ബിയ ഖുബൂർ അൽ ഉലമായി വ സാലിഹീന, അമ്പിയാക്കളുടെ ഖബർ പോലെ തന്നെയാണ് പണ്ഡിതന്മാരുടെയും സാലിഹീങ്ങളുടെയും ഖബറുകൾ എന്നും ഷെയ്ഖ് അബൂ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ലിമാ ഫീഹി മിനൽ ഇഹ്യാഇ ബിസ്സിയാറത്തി, സിയാറത്ത് കൊണ്ട് ആ ഖബറിനെ സജീവമാക്കൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിലൂടെ ഉണ്ടായിത്തീരുന്നു. വഖദ് സക്കറ ഗസാലി റളിയല്ലാഹു അൻഹു ഫിൽ വസീത്ത് വൽ ഇഹ്യാഇ കലാമി യദുല്ലു അലാ ജവാസിൽ ബിനായി അലാ ഖുബൂരി ഉലമാഇൽ ദീനി വ മശായിഖിൽ ഇസ്ലാം വ സായിരി സുലഹായി. ദീനിന്റെ പണ്ഡിതന്മാരുടെയും സാലിഹീങ്ങളായ ആളുകളുടെയും ഖബറിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അനുവദനീയമാണ് എന്ന് അറിയിക്കുന്ന ചില സംസാരങ്ങൾ ഇഹ്യായിലും ഉണ്ടല്ലോ എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞു. അതൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരെയും സാലിഹീങ്ങളെയും ബഹുമാനിക്കുന്നതിന്റെ ഭാഗം അല്ലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇതിനെ സമർത്ഥിക്കുന്നത്. ഇമാം ഇബ്നു റിഫ റഹിമഹുല്ലാഹുവിന്റെ ശറഹു തംബീഹിൽ ഉണ്ട് ഖബറിന്റെ മുകളിൽ നിർമ്മാണം നടത്തുന്നത് അനുവദനീയമാണ് എന്നറിയിക്കുന്ന ചില പ്രയോഗങ്ങൾ. ബൽ അലസ്തിബാബിഹി, കേവലം അനുവദനീയമല്ല, അത് സുന്നത്താണ്, മുസ്തഹബാണ് എന്ന് അറിയിക്കുന്ന പ്രയോഗം വരെ ഉണ്ട്. വലാ ശക്ക ഫീ ദാലിക ലി വുജൂദിഹി ഫീ ജമീഇ അംസാരിൽ ഇസ്ലാമി ഖദീമൻ വ ഹദീസൻ. ഇസ്ലാമിന്റെ പട്ടണങ്ങളിൽ ഇസ്ലാം നിലനിൽക്കുന്ന പട്ടണങ്ങളിൽ പഴയ കാലത്തും പുതിയ കാലത്തൊക്കെ അത് നിലനിൽക്കുന്നത് കൊണ്ട് അത് അനുവദനീയമാണ്. വലം യുങ്കല്ലൻ അഹദി മിനൽ ഉലമായി വ സുലഹായി വ ഉലാത്തി ഉമൂരി ദീനി ഇൻകാറും ഫീഹി, ദീനിന്റെ നേതാക്കന്മാരായ പണ്ഡിതന്മാരുടെയും സാലിഹ്യങ്ങളിൽ നിന്നൊന്നും ഇതിന് ഒരു എതിർപ്പും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബിഖൗലിൻ വലാ ഫിഅലിൻ, വാക്കിലൂടെയോ പ്രവർത്തികളിലൂടെയോ, മാ ആദമി ശക്കി ഫീ തമക്കുനിഹിം മിൻഹു, അവർ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പുള്ളതോടുകൂടെ. വല്ലാഹു തആല ആലം. ഇത്രയും കാര്യങ്ങളാണ് ചോദ്യത്തിലുള്ളത്. ഇതുവരെ വായിച്ചതൊക്കെ ചോദ്യമാണ്. അപ്പോൾ ഈ രണ്ട് അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ഏതാണ് ശരിയായ മറുപടി എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹുവിനോടുള്ള ചോദ്യം. ഈ സുദീർഘമായ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹു വളരെ ദീർഘമായ മറുപടി പറഞ്ഞു. അതിൻ്റെ ചെറിയ ഭാഗം മാത്രം ഇപ്പോൾ വിവരിക്കാം, ബാക്കി അടുത്ത വോയിസിൽ. فأجاب بقوله المنقول المعتمد كما جزم به النووي في شرح المهذب حرمة البناء في المقبرة المسبلة فإن بني فيها هدم ولا فرق في ذلك بين قبور الصالحين والعلماء وغيرهم. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അംഗീകൃത പ്രമാണങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട മങ്കൂല് എന്ന് പറഞ്ഞാൽ നഖ്ല് ചെയ്യപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തുൽ കിറാമും ഉൾപ്പെടെയുള്ള മുൻഗാമികളായ അംഗീകൃതരായ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അഭിപ്രായം അൽ മുഅ്തമദു, നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന, കമാ ജസ്മ ബിഹി നബവിയു, ഇമാം നബവി റഹിമഹുല്ല ഉറപ്പിച്ചു പറഞ്ഞതുപോലെ ഫി ശറഹുൽ മുഹദ്ദബി, ശറഹുൽ മുഹദ്ദബിൽ എന്താണ് ആ ശരിയായ അഭിപ്രായം? ഹുർമത്തുൽ ബിനായി ഫിൽ മഖ്ബറത്തിൽ മുസബ്ബലത്തി, മൗഖൂഫ് അല്ലെങ്കിലും പൊതുവെ ജനങ്ങൾ മറവ് ചെയ്തു വരുന്ന ശ്മശാനങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തല് ഹറാമാണ്. അഥവാ ആരെങ്കിലും അവിടെ വല്ല നിർമ്മാണ പ്രവർത്തനവും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പൊളിക്കപ്പെടേണ്ടതാകുന്നു. പണ്ഡിതന്മാരെന്നോ സ്വാലിഹീങ്ങളെന്നോ ഒരു വിവേചനവും ആ വിഷയത്തിൽ ഇല്ല. ഖാദിമി, ചോദ്യകർത്താവ് ഉദ്ധരിച്ച ഖാദിമി എന്ന ഗ്രന്ഥത്തിൽ സർക്കശി ഇമാം ഉദ്ധരിച്ച വിഷയം മിമ്മാ യുഖാലിഫു ദാലിക, മുകളിൽ പറഞ്ഞ ഇമാം നബവി റഹിമഹുല്ലാഹു ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ അംഗീകരിച്ച പ്രമാണങ്ങളോട് യോജിച്ച അഭിപ്രായത്തിനെതിരായ ആ അഭിപ്രായം വഈഫുൻ, വളരെ ദുർബലമാണ്. ലാ യുൽതഫതു ഇലൈഹി, അതിലേക്ക് പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾ തിരിഞ്ഞു നോക്കാൻ പോലും പാടില്ലാത്ത ഒരു അഭിപ്രായമാകുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് വിശദമായി അടുത്ത വോയിസിൽ.